എസ് നോളജ് ഫയലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LGS എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? 1. പ്രാചീന മലയാളം, വേദാധികാര നിരൂപം എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതികളാണ്. 2. ചട്ടമ്പി സ്വാമികൾ സമാധിയായത് കൊല്ലം ജില്ലയിലെ പത്മനയിൽ വെച്ചാണ്. 3. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം തിരുവനന്തപുരത്തെ ചെമ്പഴന്തിയിലാണ്. ഓപ്ഷനുകൾ A 3 മാത്രം, B 1, 2 എന്നിവ, C 2 മാത്രം, D പ്രസ്താവനകളെല്ലാം ശരിയാണ്. അപ്പോൾ ഇതിലേതായിരിക്കും ശരി? ഒന്ന് ആലോചിക്കാൻ പറ്റുമോ? പ്രാചീന മലയാളം, വേദാധികാര നിരൂപം എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതികളാണ്. അത് ശരിയാണ്. ചട്ടമ്പി സ്വാമികൾ സമാധിയായത് കൊല്ലം ജില്ലയിലെ പത്മനയിൽ വെച്ചാണ്. അതും ശരിയാണ്. മൂന്നാമത്തേത് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം തിരുവനന്തപുരത്തെ ചെമ്പഴന്തിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ, ചെമ്പഴന്തിയിൽ ജനിച്ചത് നമ്മുടെ ശ്രീനാരായണ ഗുരുവാണ്. അപ്പം ഇദ്ദേഹം ജനിച്ചത് തിരുവനന്തപുരത്തെ കണ്ണൻമൂലയിലാണ്. അപ്പം മൂന്നാമത്തെ ഓപ്ഷനാണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ A 3 മാത്രം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ പീഠഭൂമികളെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? 1. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയുടെ ധാതുശേഖരണം എന്നറിയപ്പെടുന്നത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. 3. ഡെക്കാൻ പീഠഭൂമി പ്രധാനമായും രൂപപ്പെട്ടിരിക്കുന്നത് കരിമണ്ണ് കൊണ്ടാണ്. ഓപ്ഷൻ A 1 മാത്രം ശരി, B 1, 2 എന്നിവ ശരി, C 2, 3 എന്നിവ ശരി, D എല്ലാം ശരി. എല്ലാവർക്കും അറിയായിരിക്കും ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണ്. രണ്ടാമത്തെ, ഇന്ത്യയുടെ ധാതുശേഖരണം എന്നറിയപ്പെടുന്നത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. അതും ശരിയാണ്. മൂന്നാമത്തെ, ഡെക്കാൻ പീഠഭൂമി പ്രധാനമായി രൂപപ്പെട്ടിരിക്കുന്നത് കരിമണ്ണ് കൊണ്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അത് ശരിയാണ്. അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്നുണ്ടായ ലാവ തണുത്തുറഞ്ഞാണ് ഡെക്കാൻ പീഠഭൂമിയിലെ കരിമണ്ണ് രൂപപ്പെട്ടത്. അപ്പോൾ നൽകിയിരിക്കുന്ന 3 പ്രസ്താവനകളും പൂർണ്ണമായും ശരിയാണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ D എല്ലാം ശരിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 3, ഭരണഘടനയിലെ മൗലികാവകാശങ്ങളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. 1. മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ പാർട്ട് 3 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2. മൗലികാവകാശങ്ങൾ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് പാർലമെൻറ്റാണ്. 3. അടിയന്തരാവസ്ഥ കാലത്ത് പോലും റദ്ദാക്കാൻ കഴിയാത്ത മൗലികാവകാശങ്ങളാണ് ആർട്ടിക്കിൾ 20 21. മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ പാർട്ട് 3 ഉൾപ്പെടുന്നത്. അത് ശരിയാണ്. 2. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് പറയുന്നത് പാർലമെൻറ്റാണ്. അത് ശരിയല്ല. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് പറയുന്നത് സുപ്രീം കോടതിയും ഹൈക്കോടതിയുമാണ്. 3. അടിയന്തരാവസ്ഥ കാലത്ത് പോലും റദ്ദാക്കാൻ കഴിയാത്ത മൗലിക അവകാശങ്ങളാണ് ആർട്ടിക്കിൾ 20 21. അതും ശരിയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1, 3 എന്നിവയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 4, ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹമാണ്. 2. ചമ്പാരൻ സത്യാഗ്രഹം നീലം കർഷകർക്ക് വേണ്ടിയുള്ളതായിരുന്നു. 3. ഗാന്ധിജി ആദ്യമായി നിരാഹാര സമരം അനുഷ്ഠിച്ചത് ഹേദ സത്യാഗ്രഹത്തിലാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതെന്ന് നോക്കാം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹമാണ് 1917. അപ്പം എല്ലാവർക്കും അറിയായിരിക്കും ആദ്യത്തെ സമരം ചമ്പാരനാണ്. അപ്പോൾ അതിൻ്റെ വർഷം കൊടുത്തിട്ടുണ്ട്. 1917 ചമ്പാരൻ സത്യാഗ്രഹം. അത് ശരിയാണ്. രണ്ടാമത്തെ ചമ്പാരൻ സത്യാഗ്രഹം നിലം കർഷകർക്ക് ഉള്ളതായിരുന്നു. അതും ശരിയാണ്. മൂന്നാമത്തേത്, ഗാന്ധിജി ആദ്യമായി നിരാഹാര സമരം അനുഷ്ഠിച്ചത് ഹേദ സത്യാഗ്രഹത്തിലാണ്. അത് തെറ്റാണ്. ഹേദ സത്യാഗ്രഹത്തിലല്ല, അഹമ്മദാബാദ് മിൽ സമരത്തിലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ വന്നിട്ട് 1, 2. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ കായലുകളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട് കായൽ. ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് അഷ്ടമുടിക്കായൽ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയതും കേരളത്തിലെ ഏറ്റവും വലിയതുമായ കായലാണ് വേമ്പനാട് കായൽ.
വേമ്പനാട് കായൽ ആലപ്പുഴ, എറണാകുളം, കോട്ടയം എന്നീ 3 ജില്ലകളിലാണ് വ്യാപിച്ചു കിടക്കുന്നത്. അപ്പോൾ ആദ്യത്തേത് ശരിയാണ്. ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ. അതും ശരിയാണ്. ശാസ്താംകോട്ട കായൽ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. കായലുകളുടെ രാജ്ഞി എന്നാണ് ശാസ്താംകോട്ട കായലിനെ പറയുന്നത്. അപ്പോൾ രണ്ടാമത്തതും ശരിയാണ്. മൂന്നാമത്തെ കേരളത്തിലെ ഏറ്റവും ചെറിയ കായലാണ് അഷ്ടമുടിക്കായൽ. അത് തെറ്റാണ്. ഏറ്റവും വലിയ രണ്ടാമത്തെ കായലാണ് അഷ്ടമുടിക്കായൽ. ഏറ്റവും ചെറിയ കായൽ പൂക്കോട്ട് തടാകമാണ്. ഇത് വയനാട് ജില്ലയിലാണ് കാണപ്പെടുന്നത്. ഇന്ത്യൻ ഭൂപടത്തിൻ്റെ ആകൃതിയിലാണ് പൂക്കോട്ട് തടാകം കാണപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 3 മാത്രം.